+1 അക്കൗണ്ടൻസിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം കേസസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തിയറി ക്വസ്റ്റൻസ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻ നടക്കാം. കാരണം തിയറിറ്റിക്കലി പോലെ പെട്ടെന്ന് തീരൂല, പ്രോബ്ലം ഒരുപാടുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ടാകും. സോ നമുക്ക് ടക്കന ഓരോന്നും ചെയ്ത് നോക്കാം. ഒന്നാമത്, എന്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ പർച്ചേസ് ബുക്ക് ഓഫ് വീനസ് മാർട്ട്. വീനസ് മാർട്ടിന്റെ പർച്ചേസ് ബുക്ക് റെക്കോർഡ് ചെയ്യാനാണ്. നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഡബിൾ കോളം ക്യാഷ് ബുക്കും പർച്ചേസ് ബുക്കും എന്തായാലും ഫൈനൽ എക്സാമിന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ മോഡൽ എക്സാമിനും പർച്ചേസ് ബുക്കിനെ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വീനസ് മാർട്ടിന്റെ പർച്ചേസ് ബുക്ക് ചെയ്യാം. പർച്ചേസ് ബുക്ക് ചെയ്യുമ്പോൾ ഡേറ്റ്, ഇൻവോയ്സ്, നെയിം ഓഫ് ദ സപ്ലയർ, എമൗണ്ട്, ടോട്ടൽ. നമുക്ക് ഈ 2 കോളം വേണമെന്നില്ല. ഈ എമൗണ്ട് ടോട്ടലിന് പകരം ഒറ്റ കോളം റെക്കോർഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? മെയ് 1 ഒന്നാമത്തെ തീയല്ലേ. സോ 1/5. ഇൻവോയ്സ് നമ്പർ ക്വസ്റ്റ്യൻ തരും 624. സോ ഇവിടെ 624 എഴുതാം. നമുക്ക് കളർ വേണേ മാറ്റാം കേട്ടോ. എന്നിട്ട് ആരെടുന്ന വാങ്ങുന്നത്? ക്ലിഞ്ഞോ മാമൻ. സോ ക്ലിഞ്ഞോ മാമൻ ട്രേഡേഴ്സ്, ക്ലിഞ്ഞോ മാമൻ ട്രേഡേഴ്സ് നമ്മൾ സാധനം വാങ്ങുന്നത് കേട്ടോ. ക്ലിഞ്ഞോ മാമൻ എനിക്കോ എന്തൊക്കെയാ വാങ്ങുന്നത്? 1 ലെതർ ബാഗ്സ്, സ്കൂൾ ബാഗ്സും. സോ എൽ ബാഗ് എത്രണ്ണം? എൽ ബാഗ് എത്രണ്ണം വാങ്ങുന്നത്? 30 എണ്ണം. 30 ഒന്നിന് 500 രൂപ. സോ 30. 30 ഉണ്ടോ? ഇല്ലല്ലോ, 20. അപ്പം 20 ഇൻറ്റു ഒന്നിന് 500 രൂപ. സോ 20 × 500 എത്ര വരുന്നത്? നമുക്കാണെങ്കിൽ കാൽക്കുലേഷൻ ഇപ്പുറത്ത് എഴുതാം. സോ 10,000 വരും. ഇനി അടുത്തെന്താ വാങ്ങുന്നത്? അടുത്തത് വാങ്ങുന്നത് 30 സ്കൂൾ ബാഗ്. സോ സ്കൂൾ ബാഗ് 30 എണ്ണം. ഒന്നിന് എത്രയാ? ഒന്നിന് വരുന്ന റേറ്റ് 200 രൂപ. സോ 200. അപ്പം 6,000 റുപ്പീസ്. ടോട്ടൽ എത്രയാ? 16,000. നമ്മുടെ ക്ലിഞ്ഞോ മാമന്റെ കയ്യിൽ നിന്ന് 16,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. ഇനി അടുത്തെന്താ? മെയ് 15 പർച്ചേസ് ചെയ്യുന്നത്. സോ 15th മെയ്. 5 എന്ന് പറഞ്ഞാൽ മെയ്, 5ാമത്തെ മാസമല്ലേ മെയ്. ഇനി ആരെടുത്താണ് വാങ്ങുന്നത്? ഫ്രം കുക്കുണു ട്രേഡേഴ്സ്. സോ ഫ്രം കുക്കുണു ട്രേഡേഴ്സ്. കുക്കുണു ട്രേഡേഴ്സിൽ നിന്ന് വാങ്ങുന്ന ഇൻവോയ്സ് നമ്പർ എത്ര? ആ ക്വസ്റ്റ്യൻ തരും. ക്വസ്റ്റ്യൻ 831. സോ 831. ഇനി എന്താ വാങ്ങുന്നത് എഴുതാം. സോ ജസ്റ്റ് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് അപ്പർ പേജിലേക്ക് പേസ്റ്റ് ചെയ്യാം. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. 10 പെയർ ലെതർ ഷൂ. 10 പെയർ ലെതർ ഷൂ. സോ ലെതർ ഷൂ 10 എണ്ണം. ഒന്നിന് എത്ര വില വരുന്നത്? ഒന്നിന് 800 രൂപ അല്ലെ. സോ അപ്പം 8,000. പക്ഷെ എന്തുണ്ട്? ഡിസ്കൗണ്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്? ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് എത്രയാ? 10% ഡിസ്കൗണ്ട് ഉണ്ട് അല്ലെ. 10 പേർ ഷൂവിന് 10% ഡിസ്കൗണ്ട്. സോ ഡിസ്കൗണ്ട് എത്രയാണ്? 8,000 × 10% എത്ര? 8,000 × 10/100 എത്രയാണ്? = 800 അല്ലെ. സോ 800 ഡിസ്കൗണ്ട് ഉണ്ട്. സോ 800 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 7,200. സോ ടോട്ടൽ എത്ര ഉണ്ടാവും? 16,000 + 7,200 എത്രയാ? 23,200 രൂപ. സോ 2 ഐറ്റംസ് ആണുള്ളത്. പർച്ചേസ് ബുക്ക് എന്താ? ഇപ്പുറത്ത് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, ആളുടെ പേര്, ഐറ്റംസുകൾ, അതിന്റെ എമൗണ്ട്, ഇത് മാത്രം ഇപ്പുറത്തേക്ക് കോപ്പി ചെയ്താൽ ടോട്ടൽ ചെയ്താൽ എന്തായി? പർച്ചേസ് ബുക്ക് 3 മാർക്ക്. ടക്കണ ഒറ്റ മിനിറ്റോടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. ജേർണലൈസ് ഫോളോയിങ് ട്രാൻസാക്ഷൻ. കഴിഞ്ഞ മോഡൽ എക്സാമിനടക്കം ഈ ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ചോദിക്കും. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഒന്നാമത് എന്താ? ക്യാഷ് വിത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ 20,000. വളരെ സിമ്പിളാ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നരേഷൻ അടക്കം എഴുതണം. നിങ്ങൾക്ക് നരേഷൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ഉണ്ടോ സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ്, ഇതുവരെ എഴുതി വെച്ചാൽ മതി. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അത്രേ ഉള്ളൂ. ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് എഴുതണം കേട്ടോ. ദെൻ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എന്താ മക്കളെ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് 5,000. സിമ്പിൾ. ടക്കണ അടുത്ത് പർച്ചേസ്ഡ് ഗുഡ്സ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, അത് ക്യാഷ് പർച്ചേസ് ആണ്. സോ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ എന്താ? പർച്ചേസ് ടു ക്യാഷ്. പർച്ചേസ് ആണെങ്കിൽ എപ്പോഴും ഡെബിറ്റ് ആ വരിക. 3,000. പർച്ചേസ് ഫർണിച്ചർ ഫ്രം ആസാദ്. സോ ഇവിടെ ഫർണിച്ചറാണ് വാങ്ങിയത്. അപ്പൊ ഫർണിച്ചർ വാങ്ങുമ്പോൾ പർച്ചേസ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എന്ത് പറയണം? ഫർണിച്ചർ ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണോ? അല്ല, ടു ആസാദ്. കാരണം ഒരാളെ പേരുണ്ടെങ്കിൽ അയാളെ പേര് എഴുതേണ്ടത്. കാരണം അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. പക്ഷെ ആരെ പേരൊന്നുമില്ല, ജസ്റ്റ് പർച്ചേസ് മാത്രമാണെങ്കിൽ അത് ക്യാഷ് പർച്ചേസ് ആയിരിക്കും. ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ട്, കാരണം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സോൾഡ് ഗുഡ്സ് ഫോർ 2,500 ടു അരുൺ. 4 അല്ല, സോൾഡ് ഗുഡ്സ് 2,500 ടു അരുൺ. അരുണിന് നമ്മൾ സാധനം വിറ്റു. അപ്പൊ സെയിൽസിന് എൻട്രി എന്താണ്? അരുൺ അക്കൗണ്ട് ഡെബിറ്റ്. അരുൺ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് 2,500. അതെന്താ സാറേ അരുണിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം?
കാരണം എന്താ, ഇവിടെ ക്യാഷ് സെയിൽസ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല, പകരം ഒരാളെ പേരാ. അപ്പൊ അരുണിന്റെ പേരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അരുണിനെ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ ജേണൽ എൻട്രിന്റെ ഒറ്റ ക്വസ്റ്റൻ നിങ്ങൾ എന്ത് ചെയ്ത് വിട്ടുപോകരുത്. നെക്സ്റ്റ്, റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ താഴെ കാണുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്ക് രണ്ട് കോളം ഉണ്ടാവും അല്ലെ, രണ്ട് സൈഡ്. ഒന്നെന്താണ്, ഒന്ന് റെസിപ്റ്റ് സൈഡ്, മറ്റൊന്ന് പേയ്മെന്റ് സൈഡ്. ഈ റെസിപ്റ്റ് സൈഡിലും എന്തുണ്ടാകും, ക്യാഷ് ബുക്ക് ഉണ്ടാകും. പേയ്മെന്റ് സൈഡിലും ക്യാഷ് ബുക്ക് ഉണ്ടാകും. റെസിപ്റ്റ് സൈഡിലും ബാങ്ക് ഉണ്ടാകും. പേയ്മെന്റ് സൈഡിലും ഉണ്ടാകും, ബാങ്ക് ബുക്ക് ഉണ്ടാകും. സോ അതെന്ത് ചെയ്ത് നിങ്ങൾ മറക്കരുത്. സോ എന്താ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ക്യാഷ് 90,000, ബാങ്ക് 60,000. അത് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. എന്നാണ് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത്? ജാനുവരി 1 സോ 1/1 എന്താണ്, ടു ബാലൻസ്. എപ്പോഴും ബാലൻസ് എന്തായിരിക്കും, ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. 90,000 ബാങ്കിൽ 60,000. കറക്റ്റ് അല്ലേ? 90,000 ക്യാഷും ബാങ്കിൽ 60,000. ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. എന്ത്, 5-ാം തീയതി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ശ്രദ്ധിക്കണം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിലേക്ക് പൈസ എത്തും. അപ്പം ബാങ്കിൽ കൂടുമ്പോൾ ഇവിടെ എഴുതണം എന്താണ്, ബാങ്കിന്റെ കോളത്തിൽ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, 40,000. സോ 40,000 ബാങ്കിലേക്ക് എത്തി. റെസിപ്റ്റ് ബാങ്കിലാണ് റെസിപ്റ്റ് വരുന്നത്. സോ 40,000 എന്ന 5/1. അപ്പം എങ്ങനെയാ ബാങ്കിൽ എത്തിയത്, ടു ക്യാഷ്. ക്യാഷ് ബാങ്കിൽ ഇട്ടപ്പോഴാണ് ബാങ്കിൽ പൈസ കൂടിയത് അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയും. അപ്പൊ എന്ത് ചെയ്യണം, 5/1 എന്ത് ചെയ്യണം, ബൈ ബാങ്ക് എന്ന് പറയട്ടെ. ഇവിടെ ക്യാഷ് അല്ല ഇറക്കും, ഇവിടെ ക്യാഷ് ആണെങ്കിൽ ഇവിടെ ബാങ്ക് എന്ന് പറയണം. ബൈ ബാങ്ക് ക്യാഷ് 40,000. ക്യാഷ് 40,000 കുറഞ്ഞു. സോ പേയ്മെന്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ എന്ത് ചെയ്തു, പൈസ കുറഞ്ഞു. പൈസ കുറഞ്ഞ ക്യാഷ്, നമ്മുടെ കയ്യിലെ ക്യാഷ് കുറഞ്ഞു, അത് ബാങ്കിലേക്ക് എത്തി. അപ്പൊ പേയ്മെന്റ് സൈഡിൽ ക്യാഷ് കോളത്തിലും റെസിപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കോൺട്രാ എൻട്രി ആണെന്ന് കാണിക്കാൻ വേണ്ടി സി എന്ന് പറഞ്ഞിട്ട് ഒരു സീറ്റാണ്. എന്താ സി എന്ന് പറഞ്ഞാൽ എന്താ, കോൺട്രാ എൻട്രി ആണ്. അഥവാ ഒരേ ട്രാൻസാക്ഷൻ രണ്ട് സൈഡിലും വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, റിസീവ്ഡ് ക്യാഷ് ഫ്രം റിനുവിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തു 10-ാം തീയതി. സോ 10/1 അല്ലേ, കളർ മാറ്റാം. 10/1 ടു റിനു എത്ര കിട്ടിയത്, 10,000. സോ 10,000 ക്യാഷ് കോളത്തിലാട്ടോ. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മാറിപ്പോയത്, ക്യാഷും ബാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കേട്ടോ. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്, സാധനം വാങ്ങി, അപ്പൊ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. സോ 12/1 ബൈ പർച്ചേസ് അല്ലേ, പർച്ചേസ് ഗുഡ്സ്. ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്, അപ്പം 5,000 എമൗണ്ട് മാറിപ്പോയത്. അടുത്ത ഐറ്റം എന്താ, ബ്രോട്ട് ഫർണിച്ചർ. 15-ാം തീയതി ഫർണിച്ചർ വാങ്ങി, പെയ്ഡ് ബൈ ചെക്ക്. അപ്പൊ ചെക്ക് കൊടുക്കുമ്പോൾ എന്താണ്, ബാങ്കിൽ നിന്നാണ് പോവുക. സോ ബാങ്കിൽ നിന്ന് 12,000. ഇങ്ങനെയാണ് ബൈ ഫർണിച്ചർ. ഡേറ്റ് എന്താണ്, ഡേറ്റ് 15-ാം തീയതി. സോ 15/1. ഇനി പെയ്ഡ് ടു സാബു 18-ാം തീയതി, പെയ്ഡ് സാബു ബൈ ചെക്ക്. അപ്പൊ സാബുവിന് കൊടുക്കുക ചെയ്തത്. അപ്പം ബൈ സാബു 18/1 എത്രയാ, 3,000 രൂപ. 3,000 അല്ലേ 2,000 ആണോ നോക്കണം, 2,000 ആണോ, കൺഫ്യൂഷൻ ആണോ, ചെറിയ മിസ്റ്റേക്ക് പറ്റും. കാരണം നമ്മൾ ഓരോന്ന് നോക്കുക. ഞാനിപ്പോ കണ്ടില്ല, ഒറ്റ നോട്ടേ നോക്കുന്നുള്ളൂ. അപ്പൊ ഡേറ്റ് ചെയ്ത് നമ്മൾ നോക്കണം, ആളുടെ പേര് ചെയ്ത് നമ്മൾ നോക്കണം, ഐറ്റംസ് ചെയ്ത് നമ്മൾ നോക്കണം, ക്യാഷ് ആണോ ബാങ്ക് ആണോ നോക്കണം, എത്ര എമൗണ്ട് നമ്മൾ കറക്റ്റ് നോക്കണം. ഡ്രൂ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു, ബാങ്കിലെ പൈസ കുറഞ്ഞു. സോ പൈസ എവിടുന്ന കുറഞ്ഞത്, നേരത്തെ ബാങ്കിൽ കൂടുമ്പോൾ റെസിപ്റ്റ് സൈഡിൽ എഴുതി, ഇപ്പൊ പേയ്മെന്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ 10,000. ഇതെന്താ, ബൈ ക്യാഷ് പിൻവലിച്ചു. എന്നാണ് 20-ാം തീയതി, 20 അല്ലേ, യെസ് 20/1. അപ്പൊ ഇതേ ഡേറ്റിൽ എന്താ, 20/1 എന്ത് ചെയ്തു, ടു ബാങ്കിൽ നിന്ന് പൈസ എടുത്തു. എവിടെ വന്നു, ക്യാഷ് 10,000 കിട്ടി. എങ്ങനെ, ബാങ്കിൽ നിന്നാണ് നമ്മൾ പൈസ എടുത്തിട്ടുള്ളത്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞ് സി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യണം. അതെന്തിനാണ്, ഇവിടെ ജേണൽ ഫോളോ എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അവിടെ ആ ഒരു കോളത്തിൽ എഴുതിയാലും മതി കേട്ടോ. പെയ്ഡ് സാലറി ബൈ ചെക്ക്, വീണ്ടും സാലറി കൊടുത്തു. സോ 3,000 ബൈ സാലറി, ബാങ്കിൽ നിന്നാണ് പോകുന്നത്. സോ 20 എന്നാ സംഭവിക്കുന്നത്, 25-ന്. സോ ഇതോടുകൂടി നമ്മുടെ ജാനുവരി മാസത്തിലെ മുഴുവൻ ക്യാഷിന്റെയും ബാങ്കിന്റെയും ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ സൈഡ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കൂടുതൽ ഉണ്ടാവുക. സോ ഇവിടെ 1,10,000 1,10,000 രൂപ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എത്ര, 1,00,000 രൂപ ഉണ്ട്. ടോട്ടൽ 1,00,000. അപ്പൊ നമ്മൾ ഇവിടെയും 1,10,000 എഴുതാം, ഇവിടെ 1,00,000 എഴുതാം. ഡിഫറൻസ് എത്രയാ നോക്കാം. ക്യാഷ് മൊത്തം വന്നത് 1,10,000 രൂപയാണ്. അത് നമ്മൾ എത്ര ചെലവാക്കി, 45,000 ചെലവാക്കി. സോ 45,000 ചെലവാക്കുമ്പോൾ ബാക്കി 65,000 ബാക്കി ഉണ്ടാവും. അപ്പൊ ബൈ ബാലൻസ് 65,000 ബാലൻസ് ഉണ്ട്. അപ്പം 1. ഇനി ബാങ്കിന് എത്ര ചെലവായി, 12, 14, 14, 17, 27,000 രൂപ ചെലവായി. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും, 73,000 രൂപ. സോ 73,000 ബാങ്കിലും ബാലൻസ് ഉണ്ട്. അപ്പം ക്യാഷിൽ 1,00,000 1,10 വന്നു, അതിൽ നിന്ന് 45 ചെലവായി, ബാലൻസ് 65 ഉണ്ട്. ബാങ്കിൽ വന്നത് ആകെ 1,00,000. ആ 1,00,000 നമ്മൾ എന്ത് ചെയ്തു, 27,000 ചെലവാക്കി, ബാക്കി 73,000 ഉണ്ട്. സോ ഇതാണ് നമ്മുടെ എന്ത്, നമ്മുടെ
ക്യാഷിന്റെയും ബാങ്കിന്റെയും ബാലൻസ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇതോ മോഡൽ എക്സാമിന് പെറ്റി ക്യാഷ് ബുക്കാണ് വന്നത്, പക്ഷേ ഫൈനൽ എക്സാമിന് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ത് ചെയ്യും ചോദിക്കും. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫൈനൽ എക്സാമിന് സിംഗിൾ കോളം ചോദിക്കൂല കേട്ടോ. ദെൻ ക്യാഷ് ബുക്ക് ഓഫ് മനുവിന്റെ ക്യാഷ് ബുക്ക് എന്ത് ചെയ്തു, ഡെബിറ്റ് ബാലൻസ് 18,000. ക്യാഷ് ബുക്ക് എന്തായാലും ഡെബിറ്റ് ബാലൻസ് ആണല്ലോ. ക്യാഷ് ബുക്കും പാസ്ബുക്കും കമ്പയർ ചെയ്തപ്പം ഇതേ 4 ഡിഫറൻസ് കണ്ടു. സോ BRS വന്ന് നിങ്ങൾ ആദ്യം ചെയ്യണം എന്താ പറയും, ഇതിന്റെ ഫോർമാറ്റ് ചെയ്ത BRS ഓഫ് മനു ഡേറ്റ് ചെയ്ത സീരിയൽ നമ്പർ പർട്ടിക്കുലർ ആഡ് ലെസ് ബാലൻസ് as per ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിലെ ബാലൻസ് എത്രയാ 18,000. സോ അത് ഇവിടെ ചെയ്ത 18,000. സിമ്പിൾ ആണ്. അടുത്തത് എന്താ ഇതേണ്ടത്, ഇതിൽ ഐറ്റംസ് നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആണെങ്കിൽ ആഡ് ആണ്. ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് കളക്ട് ആണെങ്കിൽ മൈനസ് ആണ്. ബാങ്ക് ചാർജസ് ആൻഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് മൈനസ് ആണ്. റെന്റ് കളക്ടഡ് ആൻഡ് ക്രെഡിറ്റഡ് എന്ന് കണ്ടാൽ എന്താ, അത് പ്ലസ് ആണ്. അതുപോലെ 7 ഐറ്റംസിന് ഞാൻ കഴിഞ്ഞ തിയറിറ്റിക്കൽ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ ബാങ്കിന്റെയും ക്യാഷ് ബുക്കിന്റെയും ഡിഫറൻസ് ഇല്ല. ബാങ്കിലെ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള ഡിഫറൻസിന് 7 കാര്യം ഉണ്ടാവും. അതിൽ 4 ആഡ് ആണ്, 4 ലെസ് ആണ്, 3 ആഡ് ആണ്. എന്തൊക്കെ ആഡ് ചെയ്യാനുള്ളത്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആഡ് ചെയ്യാണ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡന്റ് കളക്ടഡ് ആഡ് ചെയ്യാനുള്ളതാണ്. ദെൻ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ കസ്റ്റമർ, ഇത് 3 ആഡ് ചെയ്യാനുള്ള, ബാക്കി 4 ലെസ് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്പൊ നമ്മൾ ആഡ് ലെസ്സും കണ്ടെത്തുക. എന്നിട്ട് ചെക്ക് ഇഷ്യൂഡ്, ഫസ്റ്റ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് എത്ര എമൗണ്ട് 4000. സോ അത് ആഡ് കോളത്തിൽ 4000 എഴുതുക. ഇനി അടുത്തത് ആഡ് ചെയ്യാനുള്ളത് റെന്റ് കളക്ടഡ് ക്രെഡിറ്റഡ് 3500. സോ 3500 റെന്റ് കളക്ടഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 18, 22, 25,500. സോ ഇവിടെ 25,500 എഴുതാം. ഇവിടെ അല്ല ഇത് എഴുതേണ്ടത്, ശരിക്കും അടിയിലാണ് എഴുതേണ്ടത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പുറം സൈഡ് നോക്കാം. ചെക്ക് ഡെപ്പോസിറ്റ് നോട്ട് ക്രെഡിറ്റഡ് എത്രയാ, ചെക്ക് ഡെപ്പോസിറ്റ് നോട്ട് കളക്ടഡ് 3000. സോ 3000. ചെക്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് സെൻഡ് ഫോർ കളക്ഷൻ ഒന്നാണ്, ചെക്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം തന്നെ കേട്ടോ. ഇനി ബാങ്ക് ചാർജ് എത്ര 500, അതുകൂടെ ചെയ്താൽ ടോട്ടൽ 3500. സോ 3500 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 25,500. ഡിഫറൻസ് എത്രയാണ്, 25,500 3500 മൈനസ് ചെയ്യുമ്പോൾ 22,000. ഈ 22,000 ആണ് എന്ത്, ബാലൻസ് as per പാസ്ബുക്ക്. ക്യാഷ് ബുക്കിൽ ബാലൻസ് 15,000 ആണെങ്കിൽ പാസ്ബുക്കിൽ ബാലൻസ് 22,000 ആണ്. സോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ BRS പറയുന്നത്, അഥവാ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ശരിക്കും BRSന്റെ പർപ്പസ് അതല്ല, ബാങ്കിന്റെയും ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ഡിഫറൻസുകൾ റീകൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് നമ്മൾ BRS പറയുന്നത്. ക്ലിയർ അല്ലേ? സോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഉറപ്പാണ് എക്സാമിന്റെയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് BRSന്റെ ക്വസ്റ്റൻ കേട്ടോ. അടുത്ത എന്താണ്, കുറെ ലെഡ്ജറിന്റെ ബാലൻസ് വന്നിട്ട് നമ്മളോട് ട്രയൽ ബാലൻസ് പറയാൻ വളരെ സിമ്പിൾ ആണ്. ട്രയൽ ബാലൻസ് 2 സൈഡ് ഉണ്ടാവും, ഒന്ന് ഡെബിറ്റ് സൈഡ്, ഒന്ന് ക്രെഡിറ്റ് സൈഡ്. സോ ഡെബിറ്റ് സൈഡിലൊക്കെ ഐറ്റംസും ക്രെഡിറ്റ് സൈഡ് ഐറ്റംസും ഞാൻ എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ നോക്കേണ്ടത് പർച്ചേസ്, അസറ്റ് ആൻഡ് എക്സ്പെൻസുകൾ എപ്പോഴും എന്തായിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റി ഇതിന് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും. സോ പർച്ചേസ് ഈസ് ആൻ എക്സ്പെൻസ്, അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിലുണ്ടാവുക. സെയിൽസ് ഇൻകം, സെയിൽസിന്റെ ഓപ്പോസിറ്റ് ആണ് സെയിൽസ് റിട്ടേൺ. ഇൻകം ക്രെഡിറ്റ് ആണ്, അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്തിരിക്കണം. സോ അത് ഇൻകത്തിന്റെ ഓപ്പോസിറ്റാണ്. ഡെപ്റ്റേഴ്സ് ഈസ് ആൻ അസറ്റ് അല്ലേ, അസറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് ഇൻകം ആണ്, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ ഡെബിറ്റും സെയിൽസ് ക്രെഡിറ്റും ആണ്. ക്യാപിറ്റൽ ആണ്, അതെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഇൻഷുറൻസ് പ്രീമിയം എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് ഈസ് എ ലയബിലിറ്റി, സോ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യണം. മെഷീനറി, ഫർണിച്ചർ രണ്ടും അസറ്റ് ആണ്, രണ്ടിനെയും ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? സോ പർച്ചേസ് 60,000. സോ പർച്ചേസ് 60,000 നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ചെയ്താം 60,000. സെയിൽസ് റിട്ടേൺ 3000, ക്രെഡിറ്റ് സൈഡിൽ എഴുതി, സോറി ക്രെഡിറ്റ് സൈഡിലല്ലല്ലോ, ഡെബിറ്റ് സൈഡിലല്ലേ, തെറ്റിപ്പോയി. ഡെപ്റ്റേഴ്സ് എത്രയാ 24,500. സെയിൽസ് 89,400. സോ 89,400. ക്യാപിറ്റൽ 1,00,000. സോ 1,00,000 rupees. ഇൻഷുറൻസ് 5,600. ക്രെഡിറ്റേഴ്സ് 14,700. ക്രെഡിറ്റ് സൈഡ് ഇടണം. ക്യാഷ് 19,000. സോ 19,000. ഇനി അടുത്തായിട്ട് എന്താ, മെഷീനറി 75, ഫർണിച്ചർ 17,000. 75,000, 17,000. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യണം. സോ ടോട്ടൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റരുത്, അതാണ് ശ്രദ്ധിക്കുന്നത്. അത് നമുക്ക് ക്രെഡിറ്റ് സൈഡ് നോക്കാം. 1,00,000, 1,89,400, 1,99,000, 2,03,000, 2,04,900. കറക്റ്റ് ആണല്ലേ? 89, 99, 103, 104, 100. 4,100 കറക്റ്റ് ആയിരിക്കും വിചാരിക്കുന്നുണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കാം, സോറി ഡെബിറ്റ് സൈഡ് 60, അടി നോക്കാം. 75, 85, 92, 92, 101, 111, 111, 116,
117 100 117 137 141 100 144 100 144 2,04,100. യെസ് കറക്റ്റ്. രണ്ട് സൈഡ് ഈക്വലാ. ഇങ്ങനെ ചില ക്വസ്റ്റ്യൻ ഈക്വൽ ആയില്ല. ഈക്വൽ ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, സസ്പെൻസ് അക്കൗണ്ട് ഇട്ട് ഈക്വൽ ആക്കാം. ഫോർ എക്സാമ്പിൾ ഈ സൈഡിൽ 19,500 ഉണ്ട്, ഈ സൈഡ് 20,000 ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ ഒരു സസ്പെൻസ് അക്കൗണ്ട് 500 ചെയ്താൽ സസ്പെൻസ് അക്കൗണ്ട്. അപ്പം എന്തായി, ഇവിടെ 20,000 ആയില്ലേ, രണ്ട് സൈഡും ഈക്വലായി. ഇതാണ് ഐഡിയ കേട്ടോ. സോ നിങ്ങൾ മാർക്ക് ചെയ്തത്. സോ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിന് മുന്നത്തെ ഒരു ചോദ്യം എന്താ, ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റ്. എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കാണാം? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ, സോറി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ല, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതാം, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽ, ഞാൻ ഷോർട്ട് ഫോം ആയത് നെറ്റ് സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പം നെറ്റ് സെയിൽ എത്ര, നെറ്റ് സെയിൽ ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ, നെറ്റ് സെയിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ, ഉണ്ട് 90,000. സോ 90,000. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, 15,000. സോ 15,000 പ്ലസ് നെറ്റ് പർച്ചേസ് എത്ര, പർച്ചേസ് 36,000. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ, അവിടെ പർച്ചേസ് റിട്ടേൺ ഇല്ല. ഡയറക്റ്റ് എക്സ്പെൻസ്, വേജസ് ഈസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്, ക്യാരീസ് ഔട്ട്വേർഡ് ഈസ് നോട്ട് എ ഡയറക്റ്റ് എക്സ്പെൻസ്. അതെന്താ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരീസ് ഇൻവേർഡ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. സോ 6,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ, 14,000. സോ 14,000 ഈസ് ഈക്വൽ ടു 42 47 57,000 മൈനസ് 14,000 ഈസ് ഈക്വൽ ടു 43,000. കറക്റ്റ് അല്ലേ. ഇനി ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ്, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽ ആയ 90,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഉള്ള 43,000 ഈസ് ഈക്വൽ ടു 47,000 അല്ലേ. സോ 47,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഈസി അല്ലേ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് 15,000 36,000 6,000 36,000 അല്ലേ, 36 ടോട്ടൽ 36 42 52 57 57 മൈനസ് 47 43,000. കറക്റ്റ്. ഓക്കെ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. സോ നമ്മൾ ഇപ്പോഴത്തെ പാറ്റേണിൽ ബാലൻസ് ഷീറ്റ് ചോദിക്കൂല, നമുക്ക് എന്തായാലും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം ചോദിക്കുക. 2021 ചോദിച്ച ചോദ്യം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ഐറ്റംസ് എവിടെയുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ ഉള്ളതാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലുള്ളതാണ്, ട്രേഡിംഗ് അക്കൗണ്ട് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിൽ ചെയ്തുള്ളതാണ്. പർച്ചേസും ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലുള്ളതാണ്. സെയിൽസ് എവിടെയാണ്, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലുള്ളതാണ്. വേജസും ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലുള്ളതാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇതെന്താ, ഇത് ബാലൻസ് ഷീറ്റ്. സോ അത് എഴുതണ്ട, ജസ്റ്റ് നോക്കി. ക്യാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലുള്ളതാണ്. ക്യാരേജ് ഔട്ട്വേർഡ് ട്രേഡിംഗ് അക്കൗണ്ട് P&L അക്കൗണ്ടിലുള്ളതാണ്. ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ആണ്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ആണ്. സാലറി ഏതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. ക്യാഷ് ഫർണിച്ചർ ഒക്കെ ബാലൻസ് ഷീറ്റിലാണ്. ഇൻട്രസ്റ്റ് എന്ത് ഇൻട്രസ്റ്റാ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആണെങ്കിൽ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഡെബിറ്റ് സൈഡ്, ഇവിടെ ക്രെഡിറ്റ് സൈഡിലല്ലേ തന്നത്. ഇനി ഇൻഷുറൻസ് പ്രീമിയം എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ഡെബിറ്റ് സൈഡിലുള്ളതാണ്. ബാങ്ക് ലോൺ ബാലൻസ് ഷീറ്റിലുള്ളതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ട് സൈഡ് വരും, എന്താ, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും, ബാലൻസ് ഷീറ്റ് വരും. സോ ഇവിടെ ബാലൻസ് ഷീറ്റ് നോക്കണ്ട. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും. ഡിപ്രിസിയേഷൻ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഐറ്റംസ് വീത് ചെയ്താൽ നോക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് 15,400. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് 15,400. പർച്ചേസ് എത്രയാ, പർച്ചേസ് 54,500. സോ പർച്ചേസ് 54,500. ഇനി സെയിൽസ് 92,000. സോ സെയിൽസ് 92,000. വേജസ് 14,600. 14, അയ്യോ സ്പേസ് കുറച്ച് കുറയുന്നുണ്ട് അല്ലേ, പ്രശ്നമല്ല, 14,600. ഇനി ക്യാരേജ് ഇൻവേർഡ് ഉണ്ട് അല്ലേ, ക്യാരേജ് ഇൻവേർഡ് എത്രയാ, 1,300. സോ 1,300. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അതാ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. സോ ഒരു ഐറ്റം കൂടി ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര, 16,500. സോ 16,500. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും, 1,08,500 ഉണ്ടാവും അല്ലേ. സോ 1,08,500 അല്ലേ. 92 1,00,000 1,08,800 നോക്കാം. ഡെബിറ്റ് സൈഡ് കൂട്ടുമ്പോൾ എത്രയാണ്,
14 15,400 54,500 14,600 1,300 ടോട്ടൽ ചെയ്യുമ്പം 300 600 1000 1500 1900 അല്ലേ 1900 1800 10 15 5 1 8 85,800 കറക്റ്റ് അല്ലേ? അതായത് 69,900 69,900 70,500 74 84,500 85,800 കറക്റ്റ് 85,800 ഉണ്ടാവും. സോ 85,800 നിന്നും 1,08,500 85,800 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം. 0 0 15 7 7 1 വരയ്ക്കുമ്പോൾ 2 1 22,700 ഉണ്ടാവും ഗ്രോസ് പ്രോഫിറ്റ് 22,700 ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 22,700 അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് താഴത്തേക്ക് എഴുതാം ഗ്രോസ് പ്രോഫിറ്റും ഇൻട്രസ്റ്റും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഇതുവരെ കഴിഞ്ഞു. ഇതുവരെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ആവുക. ഇത് കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഇൻട്രസ്റ്റ് വരിക. ഇൻട്രസ്റ്റ് ഇവിടെ 2,100. ഇനി എന്തുണ്ട്? പോകുന്നില്ല. സാലറി 7,200. സാലറിന്റെ ഒപ്പം തന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1,100 അപ്പോൾ 7,200 സാലറി 1,200 സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1,200 അല്ലേ? 1,200 അല്ല 1,400. സോ 1,400 അപ്പോൾ ടോട്ടൽ എത്ര? 8,600 ഉണ്ടാവും. ഇൻഷുറൻസ് എത്രയാ? ഇൻഷുറൻസ് 2,100. സോ 2,100 ഇവിടെ 2,600 ആണ്. ഇൻട്രസ്റ്റ് 2,600 ഞാൻ ചെയ്തപ്പോൾ മാറിപ്പോയിട്ടോ. ഇനി എന്താ ഡിപ്രിസിയേഷൻ. ഫർണിച്ചർ എത്ര? 5,000. സോ 5,000ന്റെ 10% എത്രയാ? 500. സോ 500 ഡിപ്രിസിയേഷൻ ആണ്. സോ ഡിപ്രിസിയേഷൻ 500. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ഇപ്പുറം സൈഡാണ് കൂടുതൽ. 24 25,300 ഇവിടെയും 25,300 25,300 എന്ത് ചെയ്യണം? 8,600 2,100 500 അതായത് 10,700 11 2,600 9,200 11,200. സോ 25,300 11,600 അഥവാ 10,700 10,700 11,200. സോ 11,600 11,200 അതായത് 2,600 600 9,200 11,200. സോ 11,200 മൈനസ് ചെയ്യുമ്പോൾ 100 4 1 14,700 14,100 ആണെന്നുണ്ടാവും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ബിസിനസ് മൊത്തം നടത്തിയിട്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്? 14,100 ആണ്. നോക്ക് നമ്മുടെ മൊത്തം ഇൻകം കണ്ടോ, 92,000 സെയിൽസ് ക്ലോസിംഗ് സ്റ്റോക്ക് ടോട്ടൽ. അതൊന്നും എന്ത് ചെയ്യുക? എക്സ്പെൻസ് മൈനസ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക. അപ്പം നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇൻഡയറക്റ്റ് ഇൻകം ആഡ് ചെയ്യുക, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് ആയ 14,100 കിട്ടും. ഇതോടുകൂടി എന്തായി? നമ്മുടെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. സിമ്പിളാണ്, ടെക്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ, മാക്സിമം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ രാത്രിത്തെ ലൈവിൽ കാണാം 7 മണിക്ക്. മറക്കരുത്. അപ്പം മക്കളെ, ഓൾ ദ ബെസ്റ്റ്. Bye.